Future and White Gold presents Big Boss Agni Pariksha co-presented by Mattanadu Matta Vadiyeri. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പേരിൽ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ആൻഡ് ഓൾസോ ഞാനിപ്പോൾ നിൽക്കുന്നത് അഗ്നി പരീക്ഷയുടെ വേദിയിലാണ്. ഈ ഒരു വേദിയിൽ എത്തിപ്പെടാൻ വേണ്ടി 1-2 ആപ്ലിക്കേഷൻസ് അല്ല നമുക്ക് വന്നൊഴുകി എത്തിയത് 10,000-ൽ പരം ആപ്ലിക്കേഷൻസ് ആണ്. എന്നാൽ അതിൽ നിന്നെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടത് വെറും 40 പേരാണ്. അതും 40 സാധാരണക്കാർ. അതും ഈ 40 പേരിൽ 30 പേര് ഡയറക്റ്റ് ഓഡിഷനിലൂടെയും ബാക്കി 10 പേര് വൈറ്റ് ഗോൾഡിൻ്റെയും മൈജി ഫ്യൂച്ചറിൻ്റെയും ഫാസ്റ്റ് ട്രാക്ക് എൻട്രിയിലൂടെയാണ്. സോ ഈ 40 പേര് ആരാണ്, എന്താണ് അവരുടെ കഴിവുകൾ എന്താണെന്നൊക്കെ കാണുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഈ 40 പേര് മത്സരിക്കുന്നത് ഒരേ ഒരു കാര്യം, ഒരേ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ജനസിരകളിൽ ചുടുത്തിന മുടൻ പുതിയണ മുയലണ മുടലിനിയുടൻ വിധി മൂടിയ തടമറ ഉടയണ മുടൻ ഇത് വാക്കാനിവിടെ ആയുധം, ഇത് നോക്കാനിവിടെ ആയുധം, ഇനി ആളിക്കത്തും ഈ യുദ്ധം, ഇത് വിധി തൊട്ടോടും പോരാട്ടം ആയുധമേണ്ട. തീ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ ഒരുക്കാനായിട്ട് ഈ ഒരു വേദി, അതായത് അഗ്നി പരീക്ഷാ വേദി തയ്യാറായി കഴിഞ്ഞു. ഇനി ആ 40 കണ്ടസ്റ്റൻസിനെ നമ്മൾ പരിചയപ്പെടുന്നതിന് മുന്നേ ഈ ഒരു പ്രോഗ്രാമിൽ മാർക്കിടുന്നവർ, ഈ അഗ്നി പരീക്ഷ എന്നല്ലേ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര്, അപ്പോൾ അറ്റ്ലീസ്റ്റ് അഗ്നി ഗോളങ്ങളിൽ തന്നെ വരണ്ടേ ആ ഒരു 3 ജഡ്ജ് സീറ്റിലിരിക്കുന്ന വ്യക്തികൾ. തീർച്ചയായിട്ടും അതിൽ ഒരു ഡൗട്ടും ഇല്ല, സംശയിക്കേണ്ട കാര്യമേ ഇല്ല. ജനമനസ്സുകളിൽ ഇടം നേടിയ, എന്താ പറയുക, ബിഗ് ബോസ് യൂണിവേഴ്സിലെ തന്നെ സീനിയേഴ്സ് എന്ന് വേണം വിശേഷിപ്പിക്കാൻ 3 അഗ്നിഗോളങ്ങൾ തന്നെയാണ് ജഡ്ജസ് ആയിട്ട് നമുക്കിവിടെ ഉള്ളത്. അതാരാണെന്ന് നോക്കാം. ഒരു കാലത്ത് നിരവധി യോദ്ധാക്കളുമായി അവർ യുദ്ധം ചെയ്തു. ആ യോദ്ധാക്കളെല്ലാം വളരെ ശക്തരായിരുന്നു. എങ്കിലും അവർ ശത്രുക്കളെയും ഭീഷണികളെയും നേരിട്ട് മുന്നേറി. അവരുടെ നിഴലുകൾ പോലും പോരാടി ഒടുവിൽ വീരയോദ്ധാക്കളായി പുറത്തു വന്നു. അഗ്നി പരീക്ഷയുടെ ജഡ്ജിംഗ് പാനൽ, ബിഗ് ബോസ് മലയാളത്തിന്റെ 3 മുൻ അഗ്നിഗോളങ്ങൾ. So firstly, let's welcome Riaz Salim to the stage. നേരത്തെ നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ ഒരു കണ്ടസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പോൾ ആ കണ്ടസ്റ്റന്റിനെ ചൂസ് ചെയ്യുന്ന ഒരു ജഡ്ജ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. So how do you feel? Very excited, especially പുതിയ പേഴ്സണാലിറ്റി, കുറെ ആൾക്കാരുടെ ലൈഫ് ചേഞ്ച് ആവാം, എസ്പെഷ്യലി കോമണേഴ്സിന്റെ ലൈഫ് ചേഞ്ച് ആവാൻ പോകുന്ന ഒരു മൊമെന്റ് ആണിത്. ആൻഡ് ഐ എം വെരി എക്സൈറ്റഡ്. ഇറ്റ്സ് എ ന്യൂ ഫോർമാറ്റ്. സോ കേരളത്തിലെ മലയാളികൾക്ക് ഒരു പുതിയ എക്സ്പീരിയൻസും കൂടി ആയിരിക്കും. സോ ഐ എം എക്സൈറ്റഡ് വെരി മച്ച്. Okay. So നമുക്ക് അടുത്ത ആളെ വിളിക്കാം. So let's welcome Akhil Marar onto the stage. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അഖിലേട്ടനെ പോലെ തന്നെ ഒരു വിന്നർ ഈ വരുന്ന 40 പേരിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്നെക്കാളും മികച്ച വിന്നർ തന്നെ വരട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. അത് നമുക്ക് കണ്ടെത്തി കൊടുക്കാൻ കഴിയട്ടെ എന്നതാണ് ഏറ്റവും വലിയ. അടിപൊളി. അപ്പൊ എന്തായാലും വലിയ ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ്. നമുക്ക് ഇത്ര പേരല്ല, ഇനി 3ാമത് ഒരാളും കൂടെ വരാനുണ്ട്. സോ ലെറ്റ്സ് വെൽക്കം ദ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ രഞ്ജിനി ഹരിദാസ്. രഞ്ജിനി ചേച്ചി, വെൽക്കം ടു അഗ്നി പരീക്ഷ. യെസ്, ഇത് അഗ്നി പരീക്ഷ തന്നെയായിരിക്കും. വരുന്ന 40 പേർക്ക് മാത്രമല്ല, രഞ്ജിനി ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം സീസൺ 1 കണ്ടസ്റ്റന്റ് ആണ്. നമ്മളൊക്കെ അതിനുശേഷം വന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പൊ എത്തി നിൽക്കുന്നത് 8th സീസണിലാണ്. സീസൺ 1 എന്ന് പറയുന്നത് മലയാളക്കര കാണാത്ത ഒരു ഷോവിനെയാണ് ആദ്യമായി കണ്ടത്. എന്ത് പ്രതീക്ഷിക്കണം എന്നൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. ഞങ്ങളും ക്ലൂലെസ് ആയിരുന്നു. മലയാളികൾ എങ്ങനെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇപ്പം നമ്മളുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് ബിഗ് ബോസ് എങ്ങനെയാണ് ഊണിലും ഉറക്കത്തിലും ഒക്കെ ഇതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, ഇതിനെ മാത്രം ഫോളോ ചെയ്യുന്ന ഒരു ജനത. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞൊരു പുതിയ ഷോ തന്നെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. പുതുമയാർന്ന പുതിയ എത്തുന്ന ഈ കണ്ടസ്റ്റൻസ്, ഈ കോമണേഴ്സ് എങ്ങനെ ഉണ്ടാവും, അവരെന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സും പേഴ്സണാലിറ്റീസും സ്ട്രാറ്റജീസും കുതന്ത്രവും മന്ത്രവും ഒക്കെ ആയിട്ടാണ് എത്തുന്നതെന്ന് അറിയാൻ ഐ എം ക്യൂരിയസ്. അഖിലേട്ടാ, എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? കേരളത്തിലെ ഏതൊരു മലയാളിക്കും ഇനി വരാൻ പോകുന്ന അഗ്നിപരീക്ഷയിലേക്ക് സ്വാഗതം. നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരുപക്ഷെ ഏഷ്യാനെറ്റ് ഒരുക്കുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഷോയിലേക്ക് കയറാൻ ഒരു പ്രയാസവും പ്രത്യേകിച്ചില്ല. കേരളത്തിലെ ഏതൊരു മലയാളിക്കും ഒരു സുപ്രഭാതത്തിൽ ഒരു സെലിബ്രിറ്റി ആകാനുള്ള ഒരു വലിയ അവസരമാണ് ഉള്ളത്. അങ്ങനെ തന്നെ ആവട്ടെ. റിയാസ്, എന്താണ് ഫ്യൂ വേർഡ്സ് ടു ദ ഓഡിയൻസ്?
ഞാൻ ബിഗ് ബോസ് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഏറ്റവും നല്ല പേഴ്സണാലിറ്റി ഉള്ള നല്ല ഭയങ്കര ക്രേസി ആയിട്ടുള്ള ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് ഞാൻ ബിഗ് ബോസ് കാണുന്നത്. ഈ ഷോ കണ്ട് ഇതിൽ ആൾക്കാരെ മനസ്സിലാക്കി ഇതിൽ നിന്ന് ബിഗ് ബോസിലേക്ക് എൻറ്റർ ആവുന്ന ആൾക്കാര് എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ള എന്റെ പ്ലോട്ട് കിട്ടണമെങ്കിൽ അഗ്നിപരീക്ഷ കാണേണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾക്ക് 3 പേർക്കും അവിടെ പോയി ഇരിക്കാം. Anyway, I'm super happy to have you all here. Okay? Thank you so much. Thank you, madam. Excited? Bye, Jada. Thank you. Let's begin. Big Boss. Big Boss. I'm getting money, man. I'm getting money, man. I'm getting All good there? ഞങ്ങളൊന്ന് സെറ്റിൽ ചെയ്യായിരുന്നു. Okay. അടി ഉണ്ടാക്കാൻ Tell പറ്റുമോ us. നോക്കുക. അവിടെ ഇരുന്ന് അടി ഉണ്ടാക്കരുത്. അടി ഉണ്ടാക്കാൻ പുറത്ത് ആൾക്കാരുണ്ട്. Okay? You be good, you be good. നല്ല കുട്ടികളെ ചുക്കിട് മൊണ്ണീസായിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്യണം. പക്ഷേ കണ്ടസ്റ്റൻസ് ഇവിടെ വരുമ്പോ നമ്മൾ ഏറ്റവും നല്ല കുട്ടികളായിരിക്കണം. അതെ അതെ. Okay? ഞങ്ങള് അതെ നിങ്ങൾ. Best of luck. അപ്പൊ എന്തായാലും നമുക്ക് ആ 40 മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് കാണാം. പക്ഷെ ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കുന്നില്ല. Okay. അഗ്നിപരീക്ഷയുടെ ആദ്യ ഘട്ടത്തിൽ വന്ന് നിൽക്കുന്ന 40 പേരെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അവർക്ക് ടാസ്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോട്ടെ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് അവരെ ടാസ്ക് കാണാം. ഓക്കെ? അഗ്നിപരീക്ഷയുടെ ആദ്യ പടിവാതിൽ വരെ വന്നെത്തി നിൽക്കുന്ന 40 പേരെ ഇൻവൈറ്റ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. അതിൽ 30 പേര് ഓഡിഷൻ വഴി വന്ന ചുണക്കുട്ടികളാണ്. സോ ലെറ്റ്സ് വെൽക്കം them. സോ എല്ലാവർക്കും അഗ്നിപരീക്ഷയിലോട്ട് സുസ്വാഗതം. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. യെസ്, 1ഉം 2ഉം അല്ല 40 പേരാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. ഇതില് എത്ര പേർക്ക് 100% വിശ്വാസമുണ്ട് ഞാൻ എന്തായാലും അഗ്നിപരീക്ഷയിൽ കേറിയിരിക്കും എന്ന് തോന്നുന്നവര് എല്ലാവരും? ഗ്രേറ്റ്. അപ്പൊ എന്തായാലും ഇതേപോലെ തന്നെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് തന്നെ മുന്നോട്ട് പോവട്ടെ. അതിനു മുന്നേ നമ്മൾ ഇവിടെ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. റെഡിയല്ലേ? അഗ്നിപരീക്ഷയുടെ ആദ്യ ചുവടുവെപ്പ് എന്താണ്? മണിച്ചിത്രത്താഴ്. ഓക്കെ, നിങ്ങൾ 40 പേരെ നേർപകുതിയിലേക്ക് ചുരുക്കുന്ന അഗ്നിപരീക്ഷയുടെ ആദ്യ ടാസ്ക് ആണിത്. ഈ കടമ്പ വിജയകരമായി പിന്നിടണമെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള പൂട്ടുകൾ തുറക്കുക. എന്നാൽ ഓർക്കുക, ഇവിടെ 20 പൂട്ടുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം പൂട്ട് തുറക്കുന്ന 20 പേർ മാത്രമായിരിക്കും ഈ ടാസ്കിലെ വിജയികൾ. ഒരു വശത്ത് വ്യത്യസ്ത ക്ലൂകൾ അടങ്ങിയ ടാഗുകളോടുകൂടിയ 20 പൂട്ടുകൾ ഉണ്ടായിരിക്കും. മറുവശത്ത് നിരവധി താക്കോലുകൾ തൂക്കിയിട്ടിട്ടുണ്ടാവും. ഇതിൽ 20 താക്കോലുകളിൽ മാത്രം ഓരോ ക്ലൂകൾ ഉണ്ടായിരിക്കും. പൂട്ടിലെയും താക്കോലിലെയും ക്ലൂകൾ വ്യക്തമായി വിശകലനം ചെയ്ത് ഏത് താക്കോൽ ഏത് പൂട്ടിനാണ് എന്ന് കണ്ടെത്തി പൂട്ട് തുറക്കുക എന്നതാണ് നിങ്ങളുടെ ദൗത്യം. എല്ലാവരും അടയാളപ്പെടുത്തിയ മാർക്കിൽ നിൽക്കുക. അറിയിപ്പ് ലഭിക്കുമ്പോൾ ഓടി താക്കോലിന്റെ ഭാഗത്തേക്ക് വരികയും ടാഗിലെ ഐ ലോഗോ ഇളക്കി മാറ്റുകയും ചെയ്യുക. ക്ലൂ ഉള്ള താക്കോലാണ് ലഭിച്ചതെങ്കിൽ അതുമായി ഓടി താക്കോലിന്റെ ഭാഗത്തേക്ക് വരികയും ക്ലൂവിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ പൂട്ട് കണ്ടെത്തി തുറക്കുകയും ചെയ്യുക. ഇത്തരത്തിൽ പൂട്ട് തുറന്ന മത്സരാർത്ഥികൾ അടയാളപ്പെടുത്തിയ മാർക്കിൽ പോയി നിൽക്കുക. ശ്രദ്ധിക്കുക, താക്കോലിൽ ക്ലൂ ഉണ്ടെങ്കിൽ മാത്രമേ അതുമായി ലോക്കിന്റെ ഭാഗത്തേക്ക് പോവാൻ പാടുകയുള്ളൂ. നിരീക്ഷണമാണ് ഏറ്റവും വലിയ ആയുധം. വിവേകമാണ് ഏറ്റവും വലിയ താക്കോൽ. ഗുഡ് ലക്ക്. ഓക്കെ, അപ്പൊ ടാസ്ക് ലെറ്റർ വായിച്ചു. എല്ലാം ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് പോവാം. പക്ഷെ അവിടെ നിന്ന് ഗെയിം കളിച്ചാൽ അവര് മാത്രം ഈസി ആയിട്ട് എടുക്കും അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങോട്ടേക്ക് മാറിയാലോ? പ്ലീസ്. 3, 2, 1. കിട്ടിയോ? ക്ലൂ ഉള്ളതാണെങ്കിൽ അങ്ങോട്ട് വിട്ടോ. ബാക്കിയുള്ളവർക്ക് കിട്ടിയില്ലേ? ക്ലൂ ഇല്ലാത്താണെങ്കിൽ അടുത്ത ട്രൈ ചെയ്തോളൂ. ക്ലൂ ഉള്ളതാണെങ്കിൽ മാത്രം അങ്ങോട്ട് പോവാ. ക്ലൂ ഉള്ളതാണെങ്കിൽ മാത്രം അങ്ങോട്ട് പോവാ. കിട്ടിയോ? വെരി ഗുഡ്. ലോക്ക് ഓപ്പൺ ആയവര് പൂട്ടും കൊണ്ട് അവിടെ പോവാ. കിട്ടിയോ? Yes, very good. I got it, man. I got it. Very good. എടുക്കട്ടടാ. ആരാ? I got it. അടി. Great. Hey, 13-14 people are there. ഓരോരുത്തർ കുത്തി ജാം ആക്കിയതാണ്. ഇത് സെയിം അല്ലേ? ഇതല്ലേ 10 മിനിറ്റ്. ക്ലൂ ഉള്ള കീ ഉള്ളവർ മാത്രം അവിടെ
നിൽക്കൂ, ബാക്കിയുള്ളവർ മാറിക്കോ. ക്ലൂ ഉള്ളവർ മാത്രം ഇവിടെ നിൽക്കൂ, അല്ലാത്തവർ ഒന്ന് മാറും. ഇതൊരു ടീം വർക്ക് അല്ല, ഇൻഡിവിജ്വൽ ഗെയിം ആണ്. ക്ലൂ ഉണ്ടോ? ക്ലൂ ഉണ്ടോ? ക്ലൂ ഉണ്ടോ? എന്റെ കയ്യിൽ ക്ലൂ രണ്ടും ഉണ്ട്. കീ ആണ് എടുത്തു പോയത്. അത് ഇനി കീ ഇല്ലല്ലോ. കീ എന്റെ കയ്യിലുണ്ടായിരുന്നു, അവന്റെ കയ്യിൽ ഇപ്പൊ കീ ഇല്ലല്ലോ. ഇപ്പൊ കീ പോയില്ലേ? ക്ലൂ ഇല്ലല്ലോ. ആർക്കാ ക്ലൂ ഇല്ലാത്ത? ബ്രോ ക്ലൂ ഉണ്ടോ? ക്ലൂ ഇല്ലാതെ കീ മാത്രം ഉണ്ടായിട്ട് എന്താ കാര്യം? നമ്മള് ടാസ്ക് പറഞ്ഞപ്പോ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ. ഇതെന്താ തട്ടിപ്പറിച്ചതാണോ? എന്റെ കയ്യിലായിരുന്നു, അവൻ എന്റെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്തായിരിക്കുന്നു. അല്ലേ, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ എടുത്തേ. പക്ഷെ ക്ലൂ ഇല്ലാണ്ട് കീ വെച്ചിട്ട് മാത്രം എടുത്തിട്ട് എന്താ കാര്യം? ക്ലൂ ഉണ്ടെങ്കിലല്ലേ ആ കീ എടുക്കാൻ പാടൂ. ക്ലൂ ഇവളുടെ കയ്യിലും കീ അവന്റെ കയ്യിലും, രണ്ടും കൊള്ളാം. എക്സ്ക്യൂസ് മീ, ക്ലൂ ഉണ്ടല്ലോ, ആ കീ ഇതിൽ എവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വേഗം നോക്കിക്കോളൂ. അല്ലാത്തവരൊന്നും മാറിക്കേ. ഞാൻ പോവില്ല കേട്ടോ. ഇവിടെ വേറെ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോവില്ല. എടാ റിലാക്സ് ആയിട്ട് ചെയ്യടാ. ഇനി ഒരു ബോക്സ് മാത്രമേ വേക്കന്റ് ഉള്ളൂ. അത് കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് അടുത്തതിലോട്ട് പോകാറുണ്ട്. രണ്ട് ക്ലൂസും ഉണ്ടല്ലോ, ആൻസറും ഉണ്ട്, ക്വസ്റ്റ്യനും ഉണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു കുറെ പേര് ട്രൈ ചെയ്തിട്ട് ചിലപ്പോൾ ജാം ആയതായിരിക്കും. അപ്പൊ പൂജയ്ക്ക് ഒരു ചാൻസ് കൊടുക്കാം. പൂജയ്ക്ക് ക്ലൂ ഉണ്ട്, രണ്ട് ക്ലൂ ഉണ്ട്. ഈ മാത്രമാണ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ പൂജ, രണ്ട് ക്ലൂ ഉണ്ട്. ആ രണ്ട് ക്ലൂ എന്തൊക്കെയാ? അത് ശരിയാണെന്നുണ്ടെങ്കിൽ കീ ഇല്ലെങ്കിലും നമ്മൾ ഒരു ചാൻസ് തരുന്നതാണ്. 63. ഓക്കെ, ബാക്കിയുള്ളവർക്കും കൂടെ കാണിച്ചു കൊടുത്തോ. കറക്റ്റ് അല്ലേ? അപ്പൊ പൂജയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. പൂജ ബോക്സിൽ പോയി നിന്നു. സോ ഈ ഒരു ടാസ്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത ഈ നിൽക്കുന്ന 20 പേർക്ക് കൺഗ്രാറ്റുലേഷൻ. എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ചോദിക്കാം, ഇനി ഇതിൽ ആരെങ്കിലും കള്ളപരിപാടി ചെയ്തിട്ട് ബോക്സിൽ കയറി നിൽക്കുകയാണെങ്കിലോ? എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എന്താണ് ആൻസർ? എന്റെ ക്വസ്റ്റ്യൻ എന്റെ ഫേവറേറ്റ് സിനിമയിലെ ഡയലോഗായിരുന്നു. ഇതെന്താ കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? ഓക്കെ, ഏത് സിനിമയിലാ? 6-ാം തമ്പുരാൻ. കറക്റ്റ് ആട്ടോ. അപ്പൊ കൺഗ്രാറ്റ്സ്. താങ്ക് യു. നിന്റെ അടിപൊളി. ശരി, പറഞ്ഞ മാടമ്പള്ളിയിലെ ആ മാനസിക രോഗി അത് നീ വിചാരിച്ച പോലെ ശ്രീദേവി അല്ല. ഓ കറക്റ്റ്. മണിച്ചിത്രത്താഴ് കാണിച്ചു കൊടുത്തേ. എങ്ങാനും നീ വല്ല ഉടായ്പ കാണിക്കുകയാണെങ്കിലോ? ഇല്ല, രണ്ട് കാണിച്ചേ. യെസ്, മണിച്ചിത്രത്താഴ്. എന്തായിരുന്നു? എന്റെ മാത്സ് ആണ് 15-9. ഇതിന് വേറെ പ്രത്യേകത കൂടെ ഉണ്ട്. എന്റെ ബർത്ത്ഡേ ആണ്. ഏതാ? 15-9? 15-9. ഓ നൈസ്, അടിപൊളി. ആൻസർ എത്രയാ? ആൻസർ 6. കറക്റ്റ് ആണോ? ഓക്കെ, അടുത്തത് ഒരാളോടും കൂടെ ചോദിക്കാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എന്തായിരുന്നു ആൻസർ? എന്തായിരുന്നു? മോനെ കത്തി താഴെയിടാ, നിന്റെ അച്ഛനാടാ പറയുന്നത്. ഏതാ സിനിമ? കിരീടം. ഓക്കെ, ബാക്കി എല്ലാരും കറക്റ്റ് ആയിട്ടാണല്ലോ അല്ലേ? So once again congratulations to all the winners. Thank you. അതെന്താ അവിടുന്ന് ക്ലാപ്പ് ചെയ്യാത്തെ? പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാ ആൻസർ പറയോ? വിഷമുണ്ടോ? ശരി, എന്തായാലും ഇപ്പൊ ഇവിടെ വിൻ ചെയ്ത് നിൽക്കുന്ന ഈ 20 പേരുണ്ടല്ലോ, ഇവരെയും കൊണ്ട് ഞാൻ അകത്തോട്ട് പോവാണ്. നിങ്ങളുടെ കാര്യം എന്താണെന്ന് സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. So let's go. Time for the action. കണ്ടു എല്ലാം കണ്ടു. അഗ്നിപരീക്ഷയുടെ ആദ്യ കടമ്പ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് 20 ചൊണ കുട്ടികളെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അവരെ ഇങ്ങോട്ട് വിളിക്കാം. സോ ലെറ്റ്സ് വെൽക്കം them on to the stage. വിജയിച്ച ആ 20 ചൊണക്കുട്ടികൾ എവിടെ? അതൊന്ന് കാണിച്ചേ. അതും
തിരഞ്ഞെടുക്കപ്പെട്ട 40 പേരിൽ നിന്നും ചില്ലറ കാര്യമാണോ? ബാക്കി 20 പേരെ ബാക്കി 20 പേരെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇനി അവരെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് അവസാനം തീരുമാനിക്കാം. ഓക്കെ. അപ്പോ എങ്ങനെയുണ്ട്? ദേ നമ്മുടെ ജഡ്ജസ് 3 സീസൺ അടിച്ചു തൂക്കിയ 3 ആൾക്കാരാണ്. അപ്പൊ ഇവരാണ് നിങ്ങൾ എക്സാമിൻ ചെയ്ത് നിങ്ങളുടെ പെർഫോമൻസ് എല്ലാം വിലയിരുത്തി ഇതിൽ ആരൊക്കെ അകത്ത് പോകണം, ആരൊക്കെ പുറത്തു പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. നമ്മളെ ഒരു ടാസ്ക് കഴിഞ്ഞു. നിങ്ങൾ എത്ര പേര് ഭാഗ്യം കൊണ്ട് ജയിച്ചെന്നും കഴിവുകൊണ്ട് ജയിച്ചെന്നും വിശ്വസിക്കുന്നു? ഭാഗ്യം കൊണ്ട് ജയിച്ചു എന്ന് വിശ്വസിക്കുന്നവർ 1, 2, 3, 4, 5, 6. കഴിവുകൊണ്ട് ജയിച്ചെന്ന് പറഞ്ഞാൽ മെജോറിറ്റി കഴിവ് കൊണ്ട് വിജയിച്ചു. ഓക്കെ, ഞാൻ പിടിച്ചോളാം. പക്ഷേ അറിയാൻ വേണ്ടി ചോദിച്ചാണ്. പിന്നെ ലാസ്റ്റ് ഒരാളും കൂടെ നമ്മൾ അവസാനത്തെ ഒരു പോരാട്ടം നടത്തില്ല, പൂജ. നഷ്ടപ്പെട്ടു പോകുന്നു തോന്നിയ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു, കിട്ടിയ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ജസ്റ്റ് ആ ഗെയിമിനെ എന്താണ് പൂജയ്ക്ക് സംഭവിച്ച ആ ടാസ്കിൽ നിന്ന് എനിക്കൊന്ന് മനസ്സിലാക്കി തരാനുള്ളത്? ഫസ്റ്റ് ടൈമിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇതെടുത്തിട്ട് പിന്നെ നേരെ ഞാൻ അവിടെ വന്ന് നിന്നു. ലോക്ക് തുറക്കണം എന്നുള്ളത് എൻ്റെ മൈൻഡിൽ പോയില്ല. പക്ഷെ അത് ജാമായിരുന്നു. അല്ല, ആർക്കോ കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? ജാമായിരുന്നു. അപ്പൊ അടുത്തേക്കുന്ന അവൻ ഓൾറെഡി അവനായിട്ട് പരിചയമുള്ള കാരണം അവൻ താന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. തുടക്കത്തിലേ തന്നെ നമുക്ക് അത് മനസ്സിലാക്കി തന്നു. ഒരാളെ വിശ്വസിക്കരുത്, കുടിച്ച വെള്ളത്തിന് വിശ്വസിക്കരുത്. വഴി കാണുന്നവനെ ഒന്നും വിശ്വസിക്കാൻ പോകരുത്. വഴി കാണുന്നവനെ മാത്രമല്ല പരിചയമുള്ളവനെയും. ഇതാണ് ഞാൻ പഠിച്ചത്. ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ടായിരുന്നു. അർഹതപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് കിട്ടും. അത് നഷ്ടപ്പെട്ടു പോയാലും കിട്ടുമെന്നുള്ള കഴിവും പരിശ്രമവും ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് വയ്ക്കുക. അർഹതയുള്ളതാണെങ്കിൽ തേടി എത്തിയിരിക്കും. ഓക്കെ. അപ്പോൾ ഇവരുടെ വിശേഷങ്ങളും ഇവരുടെ പ്ലസ് മൈനസ് അല്ലെങ്കിൽ ഇവരുടെ കേപ്പബിലിറ്റി എന്താ ഇതെല്ലാം അറിയണം. പക്ഷെ അതിന് നമുക്ക് ഇനിയും സമയമുണ്ട്. അതിനു മുന്നേ നമുക്ക് ഇവരെ എല്ലാവരെയും അവിടെ ഇരുത്തിയാലോ? ഓക്കെ. സോ താങ്ക് യു. വെൽക്കം ടു അഗ്നിപരീക്ഷ. ഇനി അഗ്നിപരീക്ഷയിൽ ഒരു സർപ്രൈസിന്റെ ടൈമാണ്. റെഡിയാണോ? ഒരു സർപ്രൈസ് കാണാൻ റെഡിയാണല്ലേ? ഒരു സർപ്രൈസ് ഒരുക്കട്ടെ? ഞങ്ങൾക്കും സർപ്രൈസ്. കൊണ്ടുവരൂ ആ സർപ്രൈസ്. ലോകത്തിൻ കഥയറിയാതെ, നേരത്തിൻ ഗതിയറിയാതെ, ലോകത്തിൻ കഥയറിയാതെ, നേരത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോ മാറുന്നവരാരോ, വീഴുന്നവരാരോ, ഏകാന്തത താണ്ടി ജയിക്കാൻ ആരാരോ. ഇതെന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റി പെൻഡന്റ്. ഈ ഒരു ചെറിയ പെൻഡന്റ് കാണുമ്പോൾ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഒരുപാട് ശക്തിയും അതിലുപരി പ്രിവിലേജ് ഉള്ള ഒരു പെൻഡന്റ് ആണിത്. നിങ്ങളുടെ പ്രകടനം ബേസ് ചെയ്തിട്ട് നമ്മുടെ ജഡ്ജസ് ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് തരും. അപ്പൊ അതെല്ലാം നമുക്ക് വഴിയെ പറയാം. അതിനു മുമ്പ് ഈ സാധനം ഞാൻ അവിടെ ഭയങ്കര സുരക്ഷിതമായിട്ട് വെച്ചോട്ടെ. ഇനിയിപ്പോ വല്ല കള്ളന്മാരൊക്കെ ഉണ്ടെങ്കിലോ? നേരത്തെ പറഞ്ഞല്ലോ ഇൻഫിനിറ്റി പെൻഡന്റ്. അതിന്റെ പേര് പോലെ തന്നെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള പവേഴ്സും പ്രിവിലേജസ് ആണ് അതിന്റെ പിറകിൽ വിളിച്ചിരിക്കുന്നത്. ഇപ്പൊ സപ്പോസ് എ എന്ന വ്യക്തിയെ കുറിച്ച് ജഡ്ജസ് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആ പെൻഡന്റ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ആ പെൻഡന്റ് വെച്ചിരിക്കുന്ന ആ ഒരു ബോക്സിന്റെ കളർ തീരുമാനിക്കും. സപ്പോസ് ആ ഒരു പേഴ്സണെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അവിടെ ബ്ലിങ്ക് ചെയ്യുന്ന കളർ റെഡിൽ സ്റ്റോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർ ഡിസേർവിങ് അല്ല എന്നാണ് അർത്ഥം. സപ്പോസ് ഗ്രീൻ ആണ് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പെൻഡന്റ് ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് സ്വന്തമാക്കാം. ഓക്കെ, അതിലൂടെ അവർക്ക് ഒരുപാട് പ്രിവിലേജസും കിട്ടുന്നതായിരിക്കും. ക്ലിയർ? അപ്പൊ ഞാൻ എന്തായാലും പുതിയ ടാസ്കുകൾ കൊണ്ടുവരാൻ പോവുകയാണ്. ജഡ്ജസ് എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? 3 പേരും ചേർന്ന് ഒരു 3 ടീമിനെ ഉണ്ടാക്കും. നമുക്ക് റിയാസിന്ന് തുടങ്ങാം. എനിക്ക് ആക്ച്വലി എന്ത് ക്രൈറ്റീരിയയിൽ ഇപ്പൊ എടുക്കണമെന്ന് എനിക്കറിയില്ല. സോ റാൻഡം സെലക്ഷൻ. ദാറ്റ് 4th ബ്രൗൺ ബ്യൂട്ടിഫുൾ സുന്ദരി ഗേൾ, യു. I love your dress. I love
I love you so much. അടുത്ത രഞ്ജിനി ചേച്ചി, ആരെ വിളിക്കാം? I'm going to be കുറച്ച് partial. ആരാത്? മൈക്ക് പിടിച്ചോണ്ടിരിക്കുന്ന okay. What's your name, മോളെ? ആരാധ്യ. Come on, join my team. ഞാൻ താക്കോലെടുത്ത് ഓടാൻ നോക്കിയ ആളുണ്ടല്ലോ നമ്മുടെ ബിജുവിനെ എടുത്തു. ഒരു പുരുഷനാൽ ഇനിഷ്യലി തന്നെ ചീറ്റ് ചെയ്യപ്പെട്ട് ലാസ്റ്റ് കരഞ്ഞു മെഴുകേണ്ടി വന്ന the girl, who is that? Pooja, please come. Any divorced women with 2 kids here? Join me. കല്യാണമേ കഴിക്കണ്ടെന്ന് തീരുമാനിച്ച ആരൊക്കെ ഉണ്ട്? Just opposite അല്ലേ? അതെ, അവന് ബുദ്ധിമുട്ട്. ആ പോര്. Random selection again. The guy with the big biceps. Second one. Oh. The lady in red. സീസൺ 5 ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് തോൽപ്പിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവിടെ പോയിരുന്നു, നമ്മുടെ ടീമിൽ പോയിരുന്നു. The green one, the beautiful girl sitting right there. Okay, എല്ലാരും ഒന്ന് നിക്കാവോ? ഇവിടെ ബാക്കിയുള്ളവരൊന്ന് നിക്കാവോ? കൂട്ടത്തിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ ആളാരാ? എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോ റെഡ് വൺ ആണ് കുറച്ചുകൂടെ ഷോർട്ട്. എടുത്തോ. യെസ്, കം ഓൺ. സീസൺ 4 റിയാസ് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്ത സമയത്ത് ഞാൻ ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അട്ടിച്ച് റിയാസിനെ ഇരുത്തിയാനെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ. അല്ല, അവിടെ ഉണ്ടോ? എടുത്തോ. The blonde girl, come in. വർഷ വാ. പേര് അമൽ. ഓക്കെ. അഖിൽമാരാറിന്റെ പോളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഒരാൾ. ഇമ്മീഡിയറ്റ്ലി ഹാൻഡ് റൈസ് ചെയ്തു. അതൊരു റിവെഞ്ച് ആയിരുന്നു. എന്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്തവരെ 90% പേരും. നിങ്ങളുടെ കൂട്ടത്തിൽ മോഡലിംഗിൽ ആരെങ്കിലും ഉണ്ടോ? വിചാരിതമായിട്ട് ചോദിച്ച് സെലക്ട് ചെയ്താണ് ഞാൻ ഓരോരുത്തരെയും. എന്തായാലും ആ കൂട്ടത്തിൽ പക്ഷേ 5 ആണുങ്ങളായി പോയി. അതുകൊണ്ട് താൻ വരും. Yes. What do you want, Ranjini? I want her. You want her? I want an all girls team, please. Sure? Yes, please. I'm granting you. Thank you. So the boy, please come to my team then. യെസ്, അങ്ങനെ സക്സസ്ഫുള്ളി ഒരു 3 ടീമായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താ ഇത് മൊത്തം പെൺപടയാണോ? രഞ്ജിനി ചേച്ചി. എന്തായാലും നമ്മൾ മലയാളി ഓഡിയൻസ് എല്ലാം റിയാസിനെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു ഗെയിം ചേഞ്ചർ ആയിട്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ടീമിൽ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം ചേഞ്ചർ ആയിട്ട് ആരെയാണ് തോന്നുന്നത്? Based on what I really have to say, എനിക്ക് അറിയില്ല. എന്നാലും ഫസ്റ്റ് ഇംപ്രഷനിൽ but ഞാൻ പൂജയാണ് ഡെഫിനറ്റ്ലി പറയും, ബിക്കോസ് പൂജ ഫൈനലി ഷീ മെയ്ഡ് ഇറ്റ്. ഇനിഷ്യലി കുറെ കഷ്ടപ്പെട്ടെങ്കിലും ഫൈനലി ഷീ മെയ്ഡ് ഇറ്റ്. ഷീ ഡിഡ്ന്റ് ഗിവ് അപ്പ്. എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർ ഗിവ് അപ്പ് ചെയ്ത് പോകാൻ നിന്നപ്പോഴും പൂജയ്ക്ക് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു എനിക്ക് വേണമെന്നുള്ളത്. ഐ റിയലി ലൈക്ക് ദാറ്റ്. സോ യു കുഡ് ബി എ ഗെയിം ചേഞ്ചർ. രഞ്ജിനി ചേച്ചിയെ നമ്മളെല്ലാരും കാണുന്നത് ഒരു ഫിയർലെസ് വുമൺ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പെൺപടകളിൽ നിന്നും ആരെയാണ് മോസ്റ്റ് പ്രോമിസിംഗ് ഫിയർലെസ് പേഴ്സൺ ആയിട്ട് തോന്നുന്നത്? എല്ലാ പെണ്ണുങ്ങളും പ്രോമിസിംഗ് ഫിയർലെസ് പെണ്ണുങ്ങളായി മാറണം എന്നാണ് എന്റെ ആഗ്രഹം. അഖിലേട്ടനെ നമ്മൾ ഓഡിയൻസ് എല്ലാവരും കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ഗായ് ആയിട്ടാണ്. അപ്പോൾ റഫ് ആൻഡ് ടഫ് ആയിട്ട് ആ ഒരു ടീമിൽ ആരെയാണ് ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ ഒരു പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നത്? അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ സീസണിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നൊരാൾ പറഞ്ഞു. ആ ഒരു കോൺഫിഡൻസിന് ഞാൻ അവനെ ചൂസ് ചെയ്യാം. എൻ്റെ പേര് ഷിജില. ഓക്കെ, നമുക്ക് പരിചയപ്പെടാം. എന്തായാലും റിയാസ് അല്ലേ ഫസ്റ്റ് ടീം വിളിച്ചേ. അപ്പൊ റിയാസിന്റെ ടീമല്ല, റിയാസ് വിളിച്ച ടീം മാത്രം ഇവിടെ നിന്നുകൊണ്ട് ബാക്കി 2 ടീംസിനും അവിടെ പോയിരിക്കാം. ഓക്കെ,
ഗെയിം കളിക്കാൻ പോകുന്നത് ഈ ടീമിൽ തന്നെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മെമ്പേഴ്സുമായിട്ടാണ്. അപ്പോൾ എന്തായാലും ടാസ്കിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവരെയും കുറിച്ച് ഞങ്ങൾക്കൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ വേണം. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ചും അതേപോലെ നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. മൈസെൽഫ് ആർജെ അനഘ, മാതൃഭൂമി ക്ലബ് ഓഫ് ഫിമിലെ ആർജെ ആയിട്ട് വർക്ക് ചെയ്യാണ്. സ്ട്രെങ്ത് ആയിട്ട് ഞാൻ കണക്കാക്കുന്ന ഐ എം എ ഗുഡ് ലിസണർ. ഒരുപാട് കോളേഴ്സിനെയും ഒരുപാട് ലിസണേഴ്സിനെയും ഡീൽ ചെയ്യുന്ന കാരണം തന്നെ അവർ ഒരുപാട് ഇമോഷൻസിനെ ഡീൽ ചെയ്യുന്ന കാരണം ഞാനൊരു നല്ല ലിസണറാണ്. മറ്റൊരു വ്യക്തിക്ക് സെൽഫ് റെസ്പെക്റ്റ് കൊടുത്ത് ആ വ്യക്തിയെ കൺസിഡർ ചെയ്ത് സംസാരിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്, ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്നെ ഏറ്റവും പെട്ടെന്ന് ചതിക്കാൻ പറ്റും, ഏറ്റവും പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും. അനക്കന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആരാണ് ബിഗ് ബോസിൽ? എനിക്കതിനകത്ത് വരെ, അതായത് അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് അഖിൽമാരായിരുന്നു. അഖിലിന്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത ആള് വരാൻ പറഞ്ഞപ്പോ അനക്കല്ലേ ചാടി ഓടി അവിടെ വന്നത്? അതെന്തുകൊണ്ടാണ് പുറത്തുള്ള പൊളിറ്റിക്സിനോട് എനിക്ക് താല്പര്യമില്ല. അഖിൽമാരാന്റെ വേർഷൻ എനിക്ക് അക്സെപ്റ്റബിൾ അല്ല. സോ അതുകൊണ്ട് ആ വ്യക്തിയെ അങ്ങനെ കൺസിഡർ ചെയ്യുന്നു. അതാണ് റിയാസിനെ തിരിച്ചറിയാതെ പോയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ലാലേട്ടനാണ്. എനിക്ക് ഇഷ്ടമല്ലാത്ത രാഷ്ട്രീയം അദ്ദേഹം ചൂസ് ചെയ്താൽ ഞാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് ചേരില്ല. അത്രേ ഉള്ളൂ. Over to the next person. ഹായ്, എൻ്റെ പേര് റഷ പാലത്തിങ്ങൽ. ഞാനൊരു പ്രൊഫഷണലി സോഷ്യൽ വർക്കറാണ്. ഞാനിപ്പോൾ കറൻ്റ്ലി ഇംഗ്ലണ്ടിലാണ് വർക്ക് ചെയ്യുന്നത് ആസ് എ സപ്പോർട്ട് വർക്കർ. ഞാനിപ്പോൾ ഈ പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ ഡാൻസിങ്ങും മോഡലിംഗും ഒക്കെ ചെയ്യുന്നുണ്ട്. സോ നൗ ഐ എം ഹിയർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്, നെവർ ഗേവ് അപ്പ്, സെൽഫ് ഡിറ്റർമിനേഷൻ കൊണ്ട് ഞാനിത് ഇന്ന് ബിഗ് ബോസ് അഗ്നി പരീക്ഷ വേദിയിൽ എത്തി നിൽക്കണം. ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. സോ യാ, എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഐ എം എ വെൽ ഡിറ്റർമൈൻഡ് പേഴ്സൺ. വീക്ക്നെസ് എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് എനി വീക്ക്നെസ്. Over to the next person. എൻ്റെ പേര് പൂജ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 hours ഉണ്ടാവും. അതായത് ഞാനൊരു ഹൗസ് വൈഫാണ്. ഇത്രയും കഴിവുള്ള ആൾക്കാരെടുത്ത് ഒരു കഴിവില്ലാത്ത ഞാനിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു കഴിവുണ്ട്. വീക്ക്നെസ് ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കരച്ചിൽ വന്നാൽ ഞാൻ കരയും, ദേഷ്യം വന്നാൽ എനിക്ക് ദേഷ്യം വരും. പക്ഷെ അത് ആരെന്തൊക്കെ പറഞ്ഞാലും, എന്ത് കരഞ്ഞു മെഴുകി എന്ന് പറഞ്ഞാലും എനിക്കൊരു വിഷയമില്ല. കരച്ചിൽ വന്ന് കരഞ്ഞ് അത് അവിടെ തീരും. താങ്ക് യു. ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് ഷിബ്ന. ഞാൻ കണ്ണൂരിലാണ് വളർന്നത് ആൻഡ് ഐ മൂവ് ടു ഡൽഹി ഫോർ മൈ ബാച്ചിലേഴ്സ്. 17, 18, 19 വയസ്സിൽ കണ്ണാടി നോക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ ഐ വാസ് റിയലി സ്കാർഡ് ബിക്കോസ് ഐ ഓൾവേസ് ഫെൽറ്റ് റിയലി അഗ്ലി എമംഗ് മൈ ഫെയർ ക്ലാസ്മേറ്റ്സ്. ആൻഡ് ഞാൻ ബിഗ് ബോസിൽ വരുന്നതിന് മെയിൻ കാരണം ഒരു ഗേൾ ആയിട്ടുള്ള ആസ് എ ബ്രൗൺ സ്കിൻ ഗേൾ ഇതേപോലെയുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്താൻ പറ്റുന്നുള്ള ഒരു ഇതാണ്. വാട്ട് ഈസ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് യു? My confidence. I'm really confident. Basically, I'm a professional model. ഞാൻ ഹൃതിക് റോഷനോട് I have done an ad. And I mean, ഹൃതിക് റോഷൻ അത്രയും വലിയ ഓപ്പർച്യൂണിറ്റി തന്റെ ഈ സ്കിൻ തനിക്ക് സമ്മാനിച്ചില്ലേ? That's why I'm confident. That's what I'm saying. And right now, I'm getting booked for this skin tone which I've been bullied. So I never believe in failure. Okay, all right. Thank you. Next. ഹായ്, എൻ്റെ പേര് അവിരാം. 25 years old ആണ്. ബാംഗ്ലൂരിൽ 8 years ആയിട്ട് സെറ്റിൽഡ് ആണ്. അവിടെ നാട്ടിൽ മലപ്പുറമാണ്. ഞാനൊരു ജിം ട്രെയിനറാണ്, ഹയർ കോച്ചാണ്, പിലാറ്റീസ് കോച്ചാണ്. ആയിരുന്നു എന്ന് പറയുന്നതും ബെറ്റർ. ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുന്നേ അവരെന്നെ ഫയർ ചെയ്തു. എങ്ങനെ, എന്തുകൊണ്ട്? ഐ ടോൾഡ് ദം ഐ എം ഗോയിങ് ടു ബിഗ് ബോസ്. പറഞ്ഞ് ബിഗ് ബോസിലേക്ക് പോവാണ്. അവരെ അപേക്ഷിച്ചു ദ ഓണർ ടോൾഡ് മീ ലൈക്ക് ഓക്കെ, നല്ല ഫ്യൂച്ചറാണ്, നിനക്ക് പോകാം. ബട്ട് അത് അടുത്തെത്തിയപ്പോൾ അവരെന്നോട് പറഞ്ഞു, അഭിരാം, ഞങ്ങളുടെ ക്ലയൻസിന് വേണ്ടത് ലൈക്ക് ഐ എം റണ്ണിങ് എ ബിസിനസ്, സോ എനിക്ക് നിന്നെ ഡിപ്പെൻഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. സോ യു ഫയർഡ്, 2 months നോട്ടീസ് പീരീഡ്, ജസ്റ്റ് ഫിനിഷ് ആൻഡ് ഗോ. ഡയറക്ട്ലി എന്നോട് പറഞ്ഞു. ഐ എം ലൈക്ക്, ഞാൻ ആകെ ഷോക്കായി ബിക്കോസ് ദേ ഓൾറെഡി ടോൾഡ് മീ നിനക്ക് വരാം, കുഴപ്പമില്ല, അവിടെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരേന്ന്. ബട്ട് അതൊരു വലിയ അടിയായിരുന്നു എനിക്ക്. അപ്പോൾ ബട്ട് ദെൻ അഗെയിൻ ദേ കോൾഡ് മീ, ഓക്കെ ലാസ്റ്റ് ഒരു ചാൻസ് തരാം, പോരെ. നേരെ പോരെ, ഒന്നുമില്ല, കഴിഞ്ഞത് മറന്നു. ബട്ട് എൻ്റെ മുന്നിൽ 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് ബിഗ് ബോസിലേക്ക് വരാം, അല്ലെങ്കിൽ തിരിച്ചു പോവാം. ഒന്ന് ആലോചിച്ചപ്പോൾ വിത്തൗട്ട് റിസ്ക് വി കാണ്ട് ഈറ്റ് റസ്ക് എന്നല്ലേ. മൈ ക്വസ്റ്റ്യൻ ഇസ് വൈ ഓഡിയൻസ് ഷുഡ് വാച്ച് യു? എന്തിന് മലയാളികൾ അഭിരാമിനെ കാണണം ഇൻ ബിഗ് ബോസ്? I think I can entertain them. You think? Yes. You're not sure? No, I'm sure. I just don't think that's it. എനിക്ക് പറ്റും. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. How? Actually, how will you entertain them? It's depend on persons, right? This means not interested. Next person. Okay, over to the next person. ഐ എം ആസിയ നൗറിൻ. സോ ഞാൻ ആലുവയിലാണ് വരുന്നത്. ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. അതുപോലെ തന്നെ എൻ്റെ പ്രൊഫഷണലി ഞാനൊരു ആങ്കർ ആണ്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും കോളേജിലൊക്കെ പഠിക്കുമ്പോഴും ഈ പ്രസന്റേഷൻ എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, മുട്ടുകാല് വരച്ച ആളായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ പിന്നെ ഒരു 3500 പീപ്പിളുടെ മുമ്പിലൊക്കെ ആങ്കറിങ് ചെയ്ത് ഒരു കോൺഫിഡൻസ് ഒക്കെ വരുത്തിയ ഒരു വ്യക്തിയാണ്. അപ്പൊ എന്നെ കൊണ്ട് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് സ്ട്രെങ്ത്. ആൻഡ് വീക്ക്നെസ്? ഷോർട്ട് ടെമ്പേർഡ് ആണ്. നമസ്കാരം, എൻ്റെ പേര് പ്രണവ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ നിന്നാണ് വരുന്നത്.
ഞാൻ പഠിച്ചത് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതുപോലെ തന്നെ ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ്. എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൻ്റെ സ്കിൽസ് തന്നെയാണ്. ഞാൻ നല്ലപോലെ ഡാൻസ് ചെയ്യും, ചിത്രം വരയ്ക്കും, അതുപോലെ തന്നെ കുറച്ച് മെന്റലിസം ഹിപ്നോട്ടിസം പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കളറിപ്പയറ്റ് പഠിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് എൻ്റെ കൂടെ നിന്ന് ഫേക്ക് ഗെയിം കളിക്കുന്നവരെ എനിക്ക് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ കുറിച്ചൊക്കെ ഒരു ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ടാസ്കിലോട്ട് പോവാം. Let's begin. യെസ്, നമ്മുടെ 7 ചോണക്കുട്ടികളും ടാസ്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലും 5 സ്കെയിലും ഉണ്ട് ആൻഡ് 21 കപ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇൻവേർട്ടഡ് പിരമിഡാണ് ഉണ്ടാക്കേണ്ടത്. ലൈക്ക് ഫസ്റ്റ് ഒരു ഗ്ലാസ് വെക്കുക, മേലെ സ്കെയിൽ വെക്കുക, പിന്നെ 2 ഗ്ലാസ് വെക്കുക, സെക്കൻഡ് സ്കെയിൽ വെക്കുക, 3rd, 4th, 5th, 6th, അങ്ങനെ ടോട്ടൽ ഒരു 6 ലെയേഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബാലൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബോട്ടം ജസ്റ്റ് 1 ഗ്ലാസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബസർ ടു ബസർ ആയിരിക്കും ഈ ഒരു ടാസ്ക്. നിങ്ങൾ ഫില്ല് ചെയ്തു, ആ ഒരു 6 ലെയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ എൻഡിങ് ബസർ അടിക്കുന്ന സമയത്തും അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഹോപ്പ് എവറിത്തിങ് ഈസ് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്? സോ ലെറ്റ്സ് ഗോ. 3, 2, 1 ബസർ. ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്യാ. പക്ഷെ ബസർ അടിക്കുന്നതിന് മുന്നേ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയ അല്ലെങ്കിൽ നിങ്ങൾ പെർഫോം ചെയ്യുന്ന രീതി, ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യുന്ന ഒരു രീതി, ഇതെല്ലാം നമ്മുടെ ജഡ്ജസ് നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പൂജ, കാം ഡൗൺ, കാംലി, കീപ് ട്രൈയിങ്, കാം ആയിട്ട് ചെയ്തോളൂ. പ്രണവ് is doing very well. അയ്യോ, നല്ല നാക്ക്. സോറി എന്റെ പൊന്നുകുട്ടാ, പറഞ്ഞു തീർന്നില്ല, അപ്പോഴത്തേക്ക് പോയി. ശ്രദ്ധിച്ച്. ആ ലെഫ്റ്റ് ഹാൻഡിൽ നിന്നുള്ള സപ്പോർട്ടിങ് മാറ്റൂ, ലെഫ്റ്റ് ഹാൻഡിൽ നിന്നുള്ള സപ്പോർട്ട് മാറ്റൂ. ബസർ അടിച്ചാല് be careful about it. കാറ്റടിക്കുന്നുണ്ട്. Be calm about it when you're taking up. Okay, ഒരു 3 seconds കാറ്റിനെ കൈകൊണ്ട് തടയാതെ. വേണ്ട. Okay. അടിപൊളി ട്രയൽ ആയിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരുടെയും താഴെ വീണു, ബട്ട് യു കെപ് ട്രൈയിങ് അല്ലേ? അതിന് തന്നെ ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻസ് പറയണം. കാരണം ടാസ്ക് ഭയങ്കര ഹെവി ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? സാറില്ല, ബസർ അടിച്ച ശേഷം പേടിക്കണ്ട. ആക്ച്വലി ഇതിൽ വിൻ ചെയ്തിരിക്കുന്ന ഒരു 3 പേരാണ്. ഞാൻ അവരുടെ പേര് പറഞ്ഞോട്ടെ. അതിന് മുന്നേ ഇതിലിപ്പോൾ ഈ 3 പേര് ജയിക്കുന്നുണ്ടല്ലോ, അല്ലാത്ത 4 പേര് എവിടെ പോവും? ഡേഞ്ചർ സോൺ. അപ്പോൾ ഡേഞ്ചർ സോൺ എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ വീട്ടിൽ നിന്നും പുറത്തോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ ഇപ്പോൾ എങ്ങനെ പറയും? ഗെറ്റ് ഔട്ട് ഹൗസ്, അങ്ങനെ പറയാൻ പറ്റുമോ? അതിന് ഒന്നുകൂടെ ഒന്ന് വിപുലീകരിച്ചിട്ട് നമുക്കൊരു ഔട്ട് ഹൗസ് എന്ന് പേരിടാം. ഓക്കെ, ഡേഞ്ചർ സോണിനെ ഇനി മുതൽ നമ്മൾ വിളിക്കാൻ പോകുന്നത് എന്താ? ഔട്ട് ഹൗസ്. അപ്പോൾ ഔട്ട് ഹൗസ് ആണ് ഇവിടെ കിടക്കുന്ന ഈ കാലിയായ സ്ഥലം. ഓക്കെ, അപ്പോൾ ഇതിൽ വിൻ ചെയ്ത 3 പേര് ഇവിടെ നിൽക്കും, അല്ലാത്ത 4 പേര് ഔട്ട് ഹൗസിലേക്ക് പോകും. ഇനി ആ 3 പേര് ആരൊക്കെയാന്ന് പറയട്ടെ. ഫസ്റ്റ് നെയിം ഈസ് Abhiram. Yay! Congratulations. And second one, Anaga. Yay! And third one, Pranav. Okay. അപ്പോൾ ബാക്കിയുള്ള 4 പേർക്ക് ഔട്ട് ഹൗസിലേക്ക് പോവാം. അപ്പം ഇനി നിങ്ങൾ 3 പേർക്ക് ആർക്കൊക്കെയാണ് ആ ഇൻഫിനിറ്റ് പെൻഡന്റ് കിട്ടുന്നത്? 3 പേർക്കും കിട്ടുമോ, അത് ഒരാൾക്ക് കിട്ടുമോ, 2 ആൾക്ക് കിട്ടുമോ എന്നറിയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഈ ഇരിക്കുന്ന 4 പേർക്ക് ഒരു സാധനം ഞങ്ങൾ തരുന്നുണ്ട്. എന്താണെന്നറിയണ്ടേ? പണിയല്ല, ഒരു ബാൻഡ് തരുന്നുണ്ട്. ഞാൻ തന്നെ തരാം. ഓക്കെ, അവരുടെ ആ ഇൻഫിനിറ്റ് പെൻഡന്റ് കൊടുക്കുന്നത് ഒരുപക്ഷെ അവരായിരിക്കും, പക്ഷെ ഇത് ഞാൻ സ്നേഹത്തോടെ തരുന്നതാ. എടുത്തോളൂ. ഇതത്ര സന്തോഷിക്കേണ്ട കാര്യമൊന്നും അല്ല. സന്തോഷിക്കണം, ആ ഒരു ഫെയിലിയർ പോലും നമ്മൾ സന്തോഷിക്കണം. എന്നാലേ നെക്സ്റ്റ് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടുമ്പോ ഡോണ്ട് ഗെറ്റ് കംഫർട്ടബിൾ. അപ്പൊ നിങ്ങൾ 3 പേരിൽ ആർക്കൊക്കെ ആയിരിക്കും ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടാൻ പോകുന്നത്? 3 പേർക്കും കിട്ടിയാൽ കൊള്ളാം. 3 പേർക്കും കിട്ടിയാൽ കൊള്ളാം. 3 പേരും ജയിച്ചല്ലോ. 3 പേരും ജയിച്ചു, അതുകൊണ്ട് 3 പേർക്കും വേണം. പക്ഷെ അതിന്റെ യഥാർത്ഥ തീരുമാനം എടുക്കാൻ പോകുന്നത് അവരാണ്. പറയൂ. 3 പേരാണ് പിരമിഡ് ഫിനിഷ് ചെയ്തത്. ആൻഡ് അനക്കന്റെ പിരമിഡ് ലുക്സ് ഇച്ചിരി അഗ്ലി. സോ ഇച്ചിരി അഗ്ലി. പ്രണവിന്റെയും അഭിരാമിന്റെയും പിരമിഡ് looked very neat and nice. കുറച്ചും കൂടി aesthetic wise I liked Pranav's better, so I'm gonna give it to Pranav.
ഓക്കേ പ്രണവ്, അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്, നമ്മുടെ ഈ ടാസ്കിലെ ഫസ്റ്റ് വിജയാണ്. ഐ മീൻ ആ ഒരു ഇൻഫിനിറ്റി പെൻഡന്റ് സ്വന്തമാക്കാൻ പോകുന്നത്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്, ഓടിപ്പോയി വാങ്ങിച്ചോ. Let's begin. Big Boss. Big Boss. Let's begin. Girl power, let's do it. Big Boss. Big Boss. അപ്പൊ ദേ രഞ്ജിനി ചേച്ചി ഭയങ്കര ഹൈപ്പൊക്കെ ആട്ടോ തന്നിരിക്കുന്നത് ഗേൾ പവർ എന്നൊക്കെ. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാനല്ലേ. അത് നമുക്ക് നോക്കാം. നമുക്ക് നിങ്ങളെ കുറിച്ചൊരു ബ്രീഫ് ഒന്ന് തരാവോ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നയന ബാലകൃഷ്ണൻ. എൻ്റെ ഒരു ജേണി നോക്കുകയാണെങ്കിൽ 19ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. ശരിക്കും കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു വാരിക്കുഴിക്കകത്ത് വീണ ആനയുടെ അവസ്ഥ സത്യം പറഞ്ഞാൽ എൻ്റെ. കാരണം ഒരുപാട് ഡ്രീംസുമായിട്ട് വന്നിട്ട് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റാതെ ഞാൻ അങ്ങോട്ട് ചുരുങ്ങി പോയ ഒരു സിറ്റുവേഷൻ ആണ്. അതായത് ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ഹരാസ്മെന്റുകൾ സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ ഡ്രീംസും ആൾസും അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അത് കഴിഞ്ഞ് കുറച്ച് മോനുണ്ടായതിനു ശേഷം അത് അവനെ കൂടെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കത് ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. സോ രണ്ടുപേരും കൂടെ പിരിയാൻ വേണ്ടി തീരുമാനിച്ചു, ഡിവോഴ്സ്ഡ് ആയി. എന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്റെ കോൺഫിഡൻസ് ആണ്. ആൻഡ് വാട്ട് അബൌട്ട് വീക്ക്നെസ്? അത് എന്റെ മോൻ തന്നെ എന്റെ വീക്ക്നെസ്. എന്തുകൊണ്ടാണ് മോൻ വീക്ക്നെസ് ആണെന്ന് തോന്നുന്നത്? ഇമോഷൻ, ദ ലവ് ടുവേർഡ്സ് യുവർ സൺ, വൈ ഡു യു തിങ്ക് ദാറ്റ്സ് എ വീക്ക്നെസ്? അതായത് ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ അവന് ആരുണ്ട്, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ലൈഫിൽ മുന്നോട്ട് പോകാനുള്ള എന്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അവൻ തന്നെയാണ്. മോൻ വളർന്നു വരുമ്പോൾ അത് സ്ട്രെങ്ത് ആയിട്ട് മാറട്ടെ ആ വീക്ക്നെസ്. നമസ്കാരം, എൻ്റെ പേര് സാബിറ ഷെരീഫ് എന്നാണ്. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. നയനയുടെ ഒരു ഏകദേശം സെയിം സ്റ്റോറിയാണ് എൻ്റെതും. 2 കല്യാണം കഴിച്ചിട്ടുണ്ട്, 2 കല്യാണം ഫ്ലോപ്പായി, 2 കുട്ടികളെയും കൊണ്ട് സ്വസ്ഥമായിട്ട് ഇപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എൻ്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് ഞാൻ എപ്പോഴും കാണുന്നത് ഞാൻ എവിടെ കൊണ്ടിട്ടാലും സർവൈവ് ചെയ്യും. വീക്ക്നെസ് ഇസ് ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. മീൻസ് എനിക്ക് സ്നേഹിക്കുന്നവർ അവരെന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു പോകും. ഹായ്, ഐ എം അമൃത എസ്. ഐ എം എൻ അഡ്വക്കേറ്റ്. എൻ്റെ വീട് കരുനാഗപ്പള്ളി, കൊല്ലമാണ്. ഞാൻ ജനിച്ചതും വളർന്നതും തമിഴ്നാട് പൊള്ളാച്ചിയിലാണ്. 22ാം വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചു. 6 മാസം മാത്രമേ ഞാൻ താമസിച്ചുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഐ എം സ്റ്റിൽ ഫൈറ്റിംഗ് ഫോർ ദ ഡിവോഴ്സ്. എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയാൻ ഐ എം എ ഫിയർലെസ് വുമൻ ഇൻ ഓൾ സെൻസ്. എൻ്റെ വീക്ക്നെസ് എന്ന് പറയാൻ ഐ എം എക്സ്ട്രീംലി സെൻസിറ്റീവ്. അത് ദേഷ്യം വന്നാലും സങ്കടം വന്നാലും സന്തോഷം വന്നാലും അത് എക്സ്ട്രീം ആയിരിക്കും. വിവാഹം കഴിച്ചത് അബദ്ധമായെന്ന് തോന്നുന്നുണ്ടോ? വിവാഹം കഴിച്ചത് ഞാൻ തെറ്റായ ഒരു പേഴ്സണെ ചൂസ് ചെയ്തു, അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. ഹായ്, എൻ്റെ പേര് വർഷ അന്ന വിജി. സാഗർ ഏലിയാസ് ജാക്കി എന്നൊക്കെ പറയുന്ന പോലെ നല്ല നീളമുള്ള പേര് എൻ്റെ വീട്ടുകാർ എനിക്ക് ഇട്ടേക്കുന്നത്. എൻ്റെ വീടെന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂര് എടനാടാണ്. എൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെയും ബോധർ ചെയ്യാറില്ല. എൻ്റെ അടുത്ത് എനിക്ക് എന്താണോ ശരി എന്ന് തോന്നുന്നത് അതാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. എൻ്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തൊട്ട കരയും, ദേഷ്യം വന്നാലും കരയും, സന്തോഷം വന്നാലും കരയും. വർഷയുടെ ഏറ്റവും ഫേവറേറ്റ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആരാണ്? രഞ്ജിനി ചേച്ചി. ചേച്ചി ഇതിന് ഒരു ടൈറ്റിൽ വിന്നർ ആകാൻ എഴുതിയേക്കുന്ന വേറെന്തോ ആണ്, ബട്ട് ഓക്കെ. എഴുതിയേക്കുന്നത് നിങ്ങൾ സൂം ഇൻ ചെയ്തോളൂ. ആരും ഇല്ലാന്നായിരിക്കും ഞാൻ എഴുതിയേക്കുന്ന. ഈ വർഷ അന്ന വിജയ് അല്ലേ ഇതിൽ എഴുതിയേക്കുന്ന പേരാരാ? It says you admire Pearly Mani as a contestant. Is it? അല്ല എന്റെ എഴുതി കുഴപ്പമില്ല. ഐ എം നോട്ട് ഫൈറ്റിംഗ് ഇറ്റ്. ഞാനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷോക്കായി പോയി. ഓക്കെ, നെക്സ്റ്റ് വൺ. യെസ്, ഹായ് നമസ്കാരം. എൻ്റെ പേര് രചന. ഞാനൊരു പാലക്കാട്ടുകാരിയാണ്. എൻ്റെ സ്ട്രെങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ലിസ്ണിംഗ് കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ട്രെയിൻ ചെയ്യും, അത്യാവശ്യം കോച്ച് ചെയ്യും, അങ്ങനത്തെ നല്ല കേപ്പബിലിറ്റീസ് എനിക്കുണ്ട്. ആൻഡ് വീക്ക്നെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് ഇമോഷണൽ ആണ്, കുറച്ച് ഓവർ റിയാക്ടിങ് ആണ്. ദേഷ്യം വന്നാലും സങ്കടം വന്നാലും എല്ലാം ക്വിക്ക്ലി അപ്പോൾ ചടപടയെന്നങ്ങ് പോയി. ഓക്കെ, ദ നെക്സ്റ്റ് വൺ. ഹായ്, ഹലോ, ഞാൻ ആരാധ്യ ആന്റണി. ആക്ച്വലി ഐ എം എ +2 പാസ് ഔട്ട്. എൻ്റെ കോളേജ് തുറക്കാൻ വേണ്ടി ഇന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് ചാടി വന്നതാണ്. എൻ്റെ സ്ട്രെങ്ത് എന്ന് ഞാൻ പറയാൻ പോണത്, കരയില്ലേ, കരയില്ലേ, എനിക്ക് ഫാമിലി ഡ്രാമാസ് കുറേ ഉണ്ട്. എൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, എൻ്റെ അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ശ്വാസം എടുക്കൂ, ടേക്ക് എ ഡീപ് ബ്രെത്ത്. മോളെ എല്ലാം നന്നായി സ്ട്രെങ്ത് ആണ് പറയുന്നത്. ഓക്കെ, അപ്പം അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. മമ്മി ഒറ്റയ്ക്ക് നിന്നാണ് എന്നെ വളർത്തിയത്. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ പല പാഷനും പോകേണ്ടി. എനിക്ക് ക്യാബിൻ ക്രൂ ആവാനായിരുന്നു ആഗ്രഹം, പക്ഷേ ഇപ്പം എഞ്ചിനീയറിനോട്ട് പോകാൻ കാരണം ഫോർ മൈ മദർ. അമ്മ എഞ്ചിനീയറിംഗിന് പോകണമെന്ന് പറഞ്ഞോ? ഇല്ലില്ല, ആക്ച്വലി ഏവിയേഷൻ എടുത്ത ഒരു ഡിഗ്രി ബേസ്ഡ് വരത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഡിഗ്രി എടുത്തിട്ട് ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു ഞാൻ ഡിഗ്രി എടുത്തിട്ട് ഞാൻ ക്യാബിൻ ക്രൂവിലോട്ട് പോകും. അപ്പോൾ എനിക്കൊരു ഏജ് ലിമിറ്റ് ഇല്ലേ ക്യാബിൻ ക്രൂവിന്, അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് പോകാൻ വേണ്ടിയിട്ട്. സോ എൻ്റെ സ്ട്രെങ്ത് ആയിട്ട് ഞാൻ കരുതുന്നത് എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഏജിൽ ഈ ഒരു
ഫീൽഡിലോട്ട് വന്നതിനും ഇത്രയും വലിയ ഷോ എത്തിയത് തന്നെ എനിക്ക് വലിയ കാര്യമായിട്ടാണ്. ഏജ് എത്രയാ? ഈ ഏജിൽ 18 years. 18 വയസ്സേ ആയിട്ടുള്ളൂ. വെൽ ഡൺ മൈ ഗോഡ്. ആൻഡ് വീക്ക്നെസ്? വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരാളുടെ അടുത്ത് പിണങ്ങിയാലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ പോയി ചക്കരയും മുത്ത് ആദ്യം പറഞ്ഞത് ഹൗസിലേക്ക് വേണ്ട നെഗറ്റീവും, രണ്ടാമത് പറഞ്ഞത് ഹൗസിലേക്ക് വേണ്ട പോസിറ്റീവും. നമസ്കാരം, എൻ്റെ പേര് പാർവതി. ഞാൻ തിരുവനന്തപുരം ആറ്റിങ്ങൽ നിന്നാണ് വരുന്നത്. എന്നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞാൻ വളരെ ഡിറ്റർമിൻഡ് ആൻഡ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഞാനൊരു എക്സാമിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതെൻ്റെ 4ാമത്തെ അറ്റംപ്റ്റ് ആണ്. അതിലാണ് ഞാൻ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്, ബിഗ് ബോസ് കോമൻഡർ ആയിട്ട്. ഇതിൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. രഞ്ജിനി ചേച്ചി എന്നെ എക്സ്ട്രീം റെഡ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ പോയത് 6 കാറ്, അതിൻ്റെ ഇടയ്ക്ക് ഈ 4 കാറ് ഓവർ ആകുവാണ്. ഇനി കൂടിപ്പോയോ കുറച്ച് കളർ എന്നൊരു ഡൗട്ട് എനിക്ക് തോന്നി. ഒരു ഓവർ തിങ്കിങ് ഉള്ള ഒരു പേഴ്സൺ ആണ്. നല്ലത് പറഞ്ഞാലും അതിന് സംശയമാണ്. ഓക്കെ, നൈസ്. അപ്പോ 3 ജഡ്ജസിനും ഒരുവിധം ഐഡിയ കിട്ടിയിട്ടുണ്ട്, പ്ലസ് നമ്മുടെ ഓഡിയൻസിനും. അപ്പൊ നമ്മൾ ടാസ്ക് പോവല്ലേ? റെഡിയാണോ? ഓക്കെ, പ്രോപ്പർട്ടീസ് പ്ലീസ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സിമ്പിൾ ഗെയിമാണ്. പക്ഷെ അതിലൊരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇൻ, ഔട്ട്, റൈറ്റ്, ലെഫ്റ്റ് ഇല്ല. പകരം ഞങ്ങൾ 4 പേരുടെ പേരാണ്. അഖിൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻ, റെനീഷ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്, രഞ്ജിനി എന്ന് പറയുമ്പോൾ റൈറ്റ്, ആൻഡ് റിയാസ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ്. ഇതിലൊരു കണ്ടീഷൻ എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പൊ 7 പേരുണ്ടല്ലോ, അതിൽ ഫസ്റ്റ് ഔട്ട് ആവുന്ന 2 പേർക്ക് നേരെ അവിടെ പോയിരിക്കാം. ഓക്കെ, ബാക്കിയുള്ളവര് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ 3, 2, 1. അഖിൽ ഔട്ട്. നമുക്ക് ഔട്ട് ഹൗസിലേക്കുള്ള ആദ്യത്തെ ആളെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ ഗെയിം അങ്ങനെയല്ല. ഇങ്ങ് വാ. സോ അഗൈൻ 3, 2, 1. റനീഷ, അഖിൽ, റിയാസ്. സോറിടാ കണ്ണാ, ഔട്ട് ഹൗസിൽ ആൾക്കാർ വേണ്ടേ? എല്ലാരും അവിടെ പോയാലോ? വാ അങ്ങോട്ട്. സോ 3, 2, 1. റിയാസ്. ഹൈ. രഞ്ജിനി, അഖിൽ, രഞ്ജിനി, അഖിൽ, റനീഷ, അഖിൽ, രഞ്ജിനി. Go faster. Out. So Ranjini. Okay. So let's go Renisha. Late. Thank you. So since നിങ്ങൾ രണ്ടുപേരും മാത്രം ആയതുകൊണ്ട് ഫേസ് ടു ഫേസ് വേണം നിൽക്കാൻ. ആൻഡ് രഞ്ജിനി എന്ന് പറഞ്ഞാലും റിയാസ് എന്ന് പറഞ്ഞാലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട് അല്ലേ? ഓക്കെ, രഞ്ജിനി. പറഞ്ഞില്ല. ഓക്കെ, അഖിൽ, റനീഷ, റിയാസ്. ഓക്കെ, റനീഷ. ഓക്കെ, ലേറ്റ്. സോ വിന്നർ ഈസ് യു. Congratulations. അടിപൊളി. അപ്പൊ അടുത്ത ടീമിൽ നിന്നും പാർവതിക്കാണ് ആ ഒരു ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടുന്നത്. പാർവതി ഓടിപ്പോയി വാങ്ങിച്ചോളൂ. യെസ്, അങ്ങനെ 2 ടീമുകാരും ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കുറച്ചധികം ആൾക്കാർ നമ്മുടെ ഔട്ട് ഹൗസിലൊക്കെ വന്നിട്ടുണ്ട്, പുതിയ ആൾക്കാർ. എന്തായാലും അഖിലേട്ടൻ പിക്ക് ചെയ്ത ടീം മെമ്പേഴ്സ് ആണ്. ഇറക്കട്ടെ പിള്ളേരെ, എല്ലാത്തിനും ഇറങ്ങും. ബാക്കി 2 ടീമിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ ഒരാൾ കുറവാ അല്ലേ? അപ്പൊ നമുക്ക് അറിയേണ്ടത് നിങ്ങളുടെ പേരെന്താ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമസ്കാരം, ഞാൻ അൽദോ. പെരുമ്പാവൂരുകാരനാണ് ഞാൻ. പെരുമ്പാവൂരിലെ പൂപ്പാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ഓട വാരി കരിയർ സ്റ്റാർട്ട് ചെയ്ത ഞാൻ ഇന്ന് ബിഗ് ബോസിൽ വന്ന് നിൽക്കുവാണ്. അതിനൊരൊറ്റ കാരണമുള്ളൂ, ഞാൻ തോറ്റു കൊടുക്കില്ല. ഏറ്റവും വലിയ സ്ട്രെങ്ത് ഉറച്ച നിലപാടുകളാണ്. എൻ്റെ ഏറ്റവും വലിയ പരാജയം, ഞാൻ ഒന്നും അങ്ങനെ മറക്കില്ല. എല്ലാം വാശിയോടെ വെക്കും. കിട്ടേണ്ട സമയത്ത് വേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കും. ഹായ്, എൻ്റെ പേര് അമൽ മോഹൻ സി. എൻ്റെ വീട് പാലക്കാടാണ്. എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് പറഞ്ഞാൽ എന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിച്ചതെന്ന് ഞാനായി വിശ്വസിക്കുന്നത് എൻ്റെ അമ്മയാണ് എൻ്റെ സ്ട്രെങ്ത്. ആൻഡ് ഐ ഡോണ്ട് ഹാവ് എനി വീക്ക്നെസ്. ഹായ്, എൻ്റെ പേര് ഷിജിൻ. ഞാൻ വരുന്നത് ട്രിവാൻഡ്രത്തെ വെള്ളറടയ്ക്ക് അടുത്തുള്ള നാടാർകുളം എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിൽ നിന്ന്. ഞാനൊരു ഡാൻസറാണ്. ഒരു ഡാൻസ് അക്കാഡമി ഇട്ടിട്ടുണ്ട്. ഒരു ഫോട്ടോഗ്രാഫി ചെയ്യും, വീഡിയോഗ്രാഫി ചെയ്യും, എഡിറ്ററാണ്. എൻ്റെ അമ്മ പണ്ട് കുഞ്ഞുനാളിൽ ഒരു പിടി ചോറിൽ
വിഷത്തിൽ മരിക്കാന്ന് പറഞ്ഞ ഞാൻ ഇന്ന് ഈ ഒരു ഫ്ലോറിൽ എത്തി നിൽപ്പുണ്ടെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. ഓക്കെ. ആൻഡ് വീക്ക്നെസ്? ഞാൻ എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കും. എൻ്റെ പേര് ബിജു തോമസ്. ഞാൻ ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഞാൻ തെരുവിൽ ജീവിച്ച ഒരാളാണ്. ആ തെരുവിൽ നിന്ന് ഈ ബിഗ് ബോസിൻ്റെ അഗ്നിപരീക്ഷ ഫ്ലോറിൽ നിൽക്കുന്നതാണ് എൻ്റെ സ്ട്രെങ്ത്. ബലഹീനത എന്ന് പറഞ്ഞാൽ ഒരു കുന്നോളം ബലഹീനതയുണ്ട്, ഉള്ളതൊക്കെ പറയാലോ. ഇപ്പം മെയിൻ ബലഹീനത കഞ്ഞിയും ചമ്മന്തിയാണ്. So this is a manifestation turned into reality. Hi, I am Shano Thomas, and by profession and by education ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അതല്ലാണ്ട് I am also a runway and ramp model. പിന്നെ അത് കൂടാണ്ട് I am also a national level athlete in arm wrestling and tug of war. ഇതൊക്കെയാണ് ചെറുതായിട്ട് my strength. So one of my fellow contestants said that he quit his job for this show. So do I. And does that make me deserving for the show? Maybe not, but I believe I am very strong mentally, physically, and emotionally, and I am extremely entertaining as well. So I also have multiple personalities. And multiple personality syndrome. Yes, multiple personalities. I take it as an advantage of myself. Hey, what do you mean? എന്ന് പറഞ്ഞാൽ Multiple personalities. വ്യക്തിത്വം, അപര വ്യക്തിത്വം. ഉള്ള ആളാണ്. കുറെ വ്യക്തിത്വം ഒരുമിച്ചുള്ള ഒരാളാണ്. വീക്ക്നെസ് എന്ന് പറയുവാണെങ്കിൽ ഐ എം നോട്ട് അറ്റ് ഓൾ ഇമോഷണലി ഡിപെൻഡന്റ്. ഒട്ടും ഇമോഷണൽ ഡിപെൻഡൻസി ആരുമായിട്ടും ഇല്ല. അല്ല, അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഇമോഷൻസിൽ ഡിപെൻഡന്റ് ആണോ? No, I am not dependent because ഞാൻ വളർന്നത് ഐ ആം ആൻ ആർമി ബ്രാഡ്. സോ ഞാൻ വളർന്നത് ലൈക്ക് ഓരോ സ്ഥലത്ത് ഓരോതായിരിക്കും. ചിലപ്പോൾ അമ്മയുടെ കൂടെ ആയിരിക്കും, ചിലപ്പോൾ അച്ഛൻ്റെ കൂടെ ആയിരിക്കും, അങ്ങനെ. സോ ഐ ആം വെരി ഇമോഷണലി ഡിപെൻഡന്റ് അല്ല ഒട്ടും. ഹായ് ഓൾ, എൻ്റെ പേര് അപർണ. ഞാൻ എൻ്റെ സ്വദേശം കോഴിക്കോട്. ഞാനിപ്പോൾ UAE നിന്നാണ് വരുന്നത്. ബൈ പ്രൊഫഷൻ ഐ എം എൻ എഞ്ചിനീയർ. എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഐ എം വെരി ബോൾഡ് ആൻഡ് ഒപ്പീനിയറ്റഡ് ആൻഡ് കോമ്പറ്റീറ്റീവ്. ഐ എൻജോയ് ലൈക്ക് കോമ്പറ്റീഷൻ. അതാണ് എൻ്റെ സ്ട്രെങ്ത്. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാളെ ചോദിച്ചു കഴിഞ്ഞാൽ നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പേരിൽ പല പണികൾ ഞാൻ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് ഞാൻ ബെറ്റർ ആയി വരുന്നു. പീപ്പിൾ പ്ലീസർ ആണോ? പീപ്പിൾ പ്ലീസർ അല്ല, മോസ്റ്റ്ലി ഫിനാൻഷ്യലി ആണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എന്റെ ഓക്കെ, എനിക്ക് കുറച്ച് കാശ് തരുമോ? ഇല്ലെങ്കിൽ ഞാൻ എന്റെ കപ്പാസിറ്റിയിൽ ഉണ്ടെങ്കിൽ ഞാൻ തരും. ചിലപ്പോൾ ആൾക്കാരുടെ മേടിച്ചു ഞാൻ തരും. അതാണ് എന്റെ പ്രശ്നം. ഓക്കെ, നൈസ്. അപ്പോ ഞങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടാസ്കിലോട്ട് പോവാം. ടാസ്ക് സെറ്റപ്പ് വരട്ടെ. ഇത് ബസർ ടു ബസർ ഒരു ടാസ്ക് ആണ്. നിങ്ങൾ ബസർ സൗണ്ട് കേട്ടാൽ മാത്രം സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് ഫൈനലി ആ ഒരു ലാസ്റ്റ് ബസർ കേൾക്കുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യണം. ആ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ആരാണോ ഏറ്റവും കൂടുതൽ ബോൾസ് ഈ ഗ്ലാസിന്റെ ഉള്ളിലോട്ട് നിക്ഷേപിക്കുന്നത് അവരായിരിക്കും ഇതിന്റെ വിന്നർ. ഇതിലൊരു കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു തവണ ഈ ടേബിളിൽ ബൗൺസ് ചെയ്തിട്ട് വേണം ആ ഒരു ബോൾ കപ്പിന്റെ ഉള്ളിലോട്ട് വീഴാൻ. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആ കപ്പിലോട്ട് ഇടാൻ സാധിക്കില്ല. ഒരു തവണ ബൗൺസ് ചെയ്തിട്ട് കപ്പിലോട്ട് വീഴണം. ഒറ്റ തവണ മാത്രം, 2 വട്ടം പോലും പറ്റില്ല. അപ്പൊ ബസറിന് റെഡി അല്ലേ? സോ ലെറ്റ്സ് ഗോ. 3, 2, 1 ബസർ. ഓക്കേ, സ്ലോ. അതിർത്തി വിട്ടൊക്കെ ചിലരുടെ ബോൾ പോകുന്നുണ്ട്. ബി കെയർഫുൾ. ബോളുകൾ പോകുന്ന മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പ് 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 അപ്പ്. യെസ്. പോരട്ടെ. എൽഡോ വേറെ വ്യത്യസ്തമായ സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിക്കുന്നു. നിങ്ങളിൽ ഒരാൾ വളരെ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വളരെ ഒരാൾ അവിടെ ഒരു ഗ്ലാസ് ഒക്കെ ഫില്ലാക്കി തുടങ്ങി. ബിജു, ആ ബോൾ ആരും എടുത്തോണ്ട് പോകത്തില്ല. ഓക്കേ, കൗണ്ട് ഡൗൺ ബിഗിൻസ് ഹിയർ. 3, 2, 1 ലെറ്റ്സ് സ്റ്റോപ്പ്. ഓക്കേ, കൗണ്ട് ചെയ്തോ. 1, 2, 3, 17, 18, 19, 20, 21 and 22. Very good. Amal, start ചെയ്യാം. 1, 2, 3, 4, 5, 16. Okay, not bad. ഏറ്റവും കുറവാരുടെ അപ്പോ ലീസ്റ്റ് ആരായിട്ടാ തോന്നുന്നേ? നിങ്ങൾ പറയോ. ഒന്നെങ്കിൽ റെഡ്, പിങ്ക്, ഗ്രീൻ. ഇത് മൂന്നും ഞങ്ങൾക്ക് കൺഫ്യൂഷനാ. അവന് ഇവിടെ 9 ഉണ്ട്. ഇവിടെ 9. ഇവിടെ എത്ര ഉണ്ട്? കൗണ്ട് ചെയ്യാം. 8. ഇവിടെ 11, 8. സോ 2, 8, ഒരു 9. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 2 പേരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചാൽ മതി. അപ്പൊ 2 പേർക്ക് 8 കിട്ടിയവർക്ക് ഇങ്ങോട്ട് വരാം. ഔട്ട് ഹൗസിലോട്ട് പോവാം. 8ന്റെ പണി. യെസ്, വരൂ. ബാ. 8 എടുത്തോണ്ട് മാത്രമാണ് ഈ പണി കിട്ടിയത്. അതെ, അങ്ങോട്ടിരിക്കാം. ഇപ്പൊ മനസ്സിലായല്ലോ ഒരു ബോളിന്റെ വില. ആൻഡ് ഇതിലെ വിന്നർ വേണ്ടേ? എന്താ വേണ്ടേ? ഇൻഫിനിറ്റി പെൻഡന്റ്. ഓക്കേ, ഗോ ആൻഡ് ഗെറ്റ് ഇറ്റ്. Let's begin. Big Boss.
ഇതെങ്കിലും ഒച്ചത്തിൽ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. ഹാപ്പി. ഏറ്റവും ഒച്ചയിൽ പറ കേക്കട്ടെ. എത്ര ഒച്ച നിന്റെ ശബ്ദം പോകുന്നു? കാര്യം ബിഗ് ബോസിൽ ആകെ വേണ്ടത് സൗണ്ടാണ്. അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടും. പക്ഷെ സൗണ്ട് കുറഞ്ഞാൽ എന്താ, ടാസ്കിൽ മുന്നേറിയില്ലേ? അത് കാര്യമില്ല, ഒരു ടാസ്കും ജയിച്ചിട്ടില്ല, ഇവിടെ ജഡ്ജായിട്ടിരിക്കുന്നു. അത് കാര്യമില്ല. പക്ഷെ ബിഗ് ബോസ് ജയിച്ചു, MLA സ്ഥാനം തോറ്റു. ഇതൊക്കെ നടക്കാം, ഇതൊക്കെ ജീവിതത്തിൽ നടക്കാം. ചിലടത്ത് ജയിക്കാം, ചിലടത്ത് പരാജയപ്പെടാം. അതൊക്കെ നമ്മുടെ ഓരോ സ്ഥലം, സ്ഥാനം, സമയം നമുക്കുള്ളത് നമ്മുടെ ഡേഞ്ചറസ് സോൺ, അതായത് ഔട്ട് ഹൗസിലെ 8 മെമ്പേഴ്സും 3 പവർഫുൾ ഇൻഫിനിറ്റി പെൻഡൻ കിട്ടിയ 3 കാൻഡിഡേറ്റ്സും ആണ് ഉള്ളത്. പക്ഷേ എനിക്ക് ഇപ്പോഴും സങ്കടമുള്ളൊരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ മണിച്ചിത്രത്താഴ് ടാസ്ക് ഉണ്ടായിരുന്നില്ലേ, അതിൽ നിന്നും ഔട്ടായി പോയ ആ 20 പേരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കഷ്ടമാണ് അവസ്ഥ. സത്യം അല്ലേ? അല്ലേ? എന്ത് ചെയ്യണം? കളത്തിൽ കേറാതെ പോരാടി മരിച്ചവർ അവര് പോയോ? അവരെ പറഞ്ഞു വിട്ടോ? ഇല്ല, പറഞ്ഞു വിട്ടിട്ടില്ല. ആക്ച്വലി ഇവിടെ ഉണ്ട്. നമുക്ക് അവരെ എന്ത് ചെയ്യാം റിയാസ്? ഒരു ചാൻസ് എന്തായാലും കൊടുക്കണം. ബിക്കോസ് ബിഗ് ബോസ് ഒരു റിയാലിറ്റി TV ഷോ അല്ലേ, ഒരു ഗെയിം ഷോ അല്ലേ. സോ ഒരു ഗെയിം ഷോ, ഒരു ഗെയിമിന്റെ ബേസിൽ നമ്മൾ അവരെ വീട്ടിൽ പറഞ്ഞു വിടാൻ പാടില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അവർക്കൊരു ചാൻസ് കൊടുക്കണോ? പക്ഷെ ഇതൊരു കോമ്പറ്റീഷൻ ആയിരിക്കും. Remember that. അപ്പൊ ഏറ്റവും എനർജിയിൽ യെസ് എന്ന് പറയൂ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? Should we give them a chance? Yes. അപ്പോൾ ജഡ്ജസും നിങ്ങളുടെ എല്ലാവരുടെയും ഒപ്പീനിയൻ മാനിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ആ 20 പേരെയും കൂടെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൊണ്ടുവരാം അല്ലേ? യെസ്. തോൽവിയുടെ കനലിൽ നിന്നും തീ പാറുമോ എന്ന് നമുക്ക് നാളെ നോക്കാം അല്ലേ? റെഡിയല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അവരെയും കൊണ്ട് നമ്മൾ അടുത്ത അധ്യായം, അതായത് നാളെ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഈസ് മീ റനീഷ സൈനിങ്